എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരുതുന്ന ഒരു വേട്ടക്കാരനാണ്. അവൾ കരയണം, അവളുടെ ജീവിതം ഇല്ലാതെയാകണം. അപ്പോൾ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല എന്ന് ഞങ്ങളാണ് അവളോട് പറയുന്നത്. ഒരിക്കലും നീ കരയരുത്. എന്നാലും അവളുടെ ഹസ്ബൻഡ് പോലും അവളെ എവറി സെക്കൻഡ് വിളിച്ചുകൊണ്ടിരിക്കുക. അയാൾ പനിയായിട്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത്. അപ്പോൾ അയാൾ ഞാനുണ്ടല്ലോ നിന്നോടൊപ്പം, നീ എന്തിനാണ് ഇങ്ങനെ അപ്സെറ്റ് ആവുന്നതെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. അവളെ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു മാനസികമായ ധൈര്യം കൊടുത്ത് അവളെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. ഇനി വൈകുന്നേരം വരെ ഞാൻ അവിടെ ഇരുന്നു. വിഷമമുണ്ട്. പിന്നെ അവളുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടായതുകൊണ്ട് ഞാൻ എല്ലാവരും നോക്കിക്കൊള്ളണേ എന്നപ്പം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. ഞങ്ങൾ വൈകുന്നേരം വീണ്ടും കാണുന്നുണ്ട്, വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് കുറേ നേരം ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും 11-ാം തീയതി വരെ ഇവിടെയുണ്ട്. 11-ാം തീയതി വരെ ഞാനിങ്ങനെ തൃശ്ശൂർ പോകും, തിരിച്ച് പാലക്കാട് വരും, തൃശ്ശൂരും അങ്ങനെ ഇരിക്കുകയാണ്. ദിലീപ് ഇന്നലെ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. ഒരു ക്രിമിനൽ അന്വേഷണ സംഘമടക്കം ക്രിമിനൽ സംഘമാണ് തന്നെ ഇത്തരത്തിൽപ്പെടുത്തിയത് എന്നാണ് ദിലീപ് പറഞ്ഞത്. എന്തിന്? എന്ത് തെറ്റാണ് അയാളെ ക്രിമിനൽ കേസിൽ പെടുത്താൻ മാത്രം പോലീസുകാരോട് അയാൾ എന്ത് തെറ്റാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്? അതയാൾ പറയണം. വെറുതെ പോലീസുകാർക്ക് ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തിയെ ഈ വിഷയത്തിന് ശേഷം മാത്രമാണ് പരിചയം. അതിനു മുമ്പ് അവരെ സംബന്ധിച്ച് അവർ ഒരു സിനിമാ നടി മാത്രമാണ്. വേറെ വ്യക്തിപരമായിട്ട് അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരുമല്ല അന്വേഷണ സംഘത്തിലുള്ള ആരും തന്നെ. പിന്നെ ഈ വ്യക്തിയുടെ പേര് പറഞ്ഞത് അതിജീവിതയല്ലല്ലോ. വ്യക്തിയുടെ പേര് പറഞ്ഞത് 1-ാം പ്രതിയല്ലേ. 1-ാം പ്രതി ഇന്നലെ ധന്യ രാജേന്ദ്രൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അയാൾ അവർക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് സർവ്വസഹജമായി നടക്കാറുണ്ട് പോലും. നിങ്ങളൊക്കെയാണ് ഇത് വലിയ കാര്യമായിട്ട് എടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ അതിനെ പറയുക? ഇങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുക. ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്നതാണ്. നിങ്ങൾ മാധ്യമങ്ങളാണ് അതിനെ ഇത്ര വലിയ വാർത്തയാക്കി അതിനെ ഇത്രയും നശിപ്പിച്ചത് എന്ന് പറയണം. അതായത് അവൻ്റെ ഇതിൽ എത്രയോ പെൺകുട്ടികളെ ഇങ്ങനെ അയാൾ ചെയ്യുന്നുണ്ട്. അവൻ ഈ ഒരു കേസിൽ മാത്രമേ ഇയാളുടെ പേര് പറഞ്ഞുള്ളൂ. മറ്റുള്ളതൊന്നും ഇയാൾ പറഞ്ഞിട്ടാണ് പറഞ്ഞതെന്നൊന്നും അയാൾ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, അന്നത്തെ ദിവസം അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പം ഇയാളുടെ പേര് പറഞ്ഞിട്ടാണ് നടന്നു പോകുന്നതല്ലേ. കോടതിയിൽ ചോദിച്ചപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോഴും അതിജീവിത എന്താ പറഞ്ഞത്? എനിക്കറിയില്ല എന്നാണ് അവൾ പറഞ്ഞത്. എനിക്കറിയില്ല അതിൻ്റെ പിന്നിൽ അയാളാണോ എന്ന്. എനിക്ക് പൾസർ സുനി പറഞ്ഞ വിവരം മാത്രമാണ്. പക്ഷേ നിങ്ങളോട് ശത്രുതയുണ്ടോ? ശത്രുതയുണ്ട്, തീർച്ചയായിട്ടും ശത്രുത ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അയാൾ തന്നെയാണ് എന്ന്. പക്ഷേ തെളിവുകൾ കണ്ടെത്തേണ്ടത്, തെളിവുകൾ ഉണ്ടാക്കുകയല്ല, കണ്ടെത്തേണ്ടത് പോലീസ് ആണ്. ആ തെളിവുകൾ കണ്ടെത്തിയതിൻ്റെ പേരിലല്ലേ ഇനി ഒരു പക്ഷേ ഇദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തെറ്റ് ചെയ്യാത്ത അയാളെ 24 മണിക്കൂർ അതിനകത്ത് ഇടാൻ പറ്റുമോ? നിങ്ങളാരെങ്കിലും വെറുതെ ഇരിക്കുമോ? ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ എന്താണോ ശരിയായ വാർത്ത അതിൻ്റെ പിന്നിൽ പോകുന്ന ആളുകളാണെങ്കിൽ വെറുതെ തെറ്റ് ചെയ്യാത്ത ഒരാളെ 85 ദിവസം അഴിക്കുള്ളിൽ ഇടാൻ പറ്റും തോന്നുന്നുണ്ടോ? 3 തവണ ജാമ്യം അപേക്ഷിച്ച് 3 തവണ ജാമ്യം തള്ളി. കോടതിക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവില്ലേ ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, നേരുണ്ട് എന്നുള്ളത്? ഹൈക്കോടതിയില്ലേ ജാമ്യം തള്ളിയത്? അപ്പം ഇതെല്ലാം മറന്നുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ പഴിചാരുക എന്ന് പറയുന്നത് അതൊരു തരം രക്ഷപ്പെടൽ മാത്രമാണ്. പ്രധാനമായിട്ട് അവരിതാണ് ഉന്നയിക്കുന്നത്. ദിലീപിനെ നിർത്തിയിട്ട് അയാളിലേക്ക് ഈ കൃത്യത്തെ കൂട്ടിയെത്തിക്കാണ് തെളിവ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് അവരുടെ ആരോപണം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഇയാൾ ബുദ്ധിമുട്ടുകൊണ്ടൊരു. അതാ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് അയാളിലേക്ക്? എന്താണ് അയാൾ മാത്രം? അയാൾ ആരാണ് ഈ ഇൻഡസ്ട്രിയിൽ? വേറെ എത്രയോ സ്വാധീനമുള്ള സൂപ്പർ സ്റ്റാർസും അങ്ങനെ പല 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 ആളുകൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഇയാളുടെ പേര് മാത്രം?
അതിൻ്റെ കൂടെ അയാളും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പോലും മറിച്ചൊരു പേര് ഈ ഒന്നാം പ്രതി പറയുന്നില്ലല്ലോ. മാത്രമല്ല വളരെ സ്വകാര്യ സംഭാഷണത്തിൽ ജയിലിനുള്ളിൽ ജിൻസൺ എന്ന് പറയുന്ന ആളോട് പോലും ഇയാൾ ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും പറയുന്നത് ഇരിക്കട്ടെ, ഏതൊരു കള്ളനും സ്വകാര്യ നിമിഷങ്ങളിൽ അറിയാതെ ചില സത്യങ്ങൾ പുറത്തു വരും. അവിടെ പോലും അയാൾ ഇയാളുടെ പേര് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താൻ നിരപരാധിയാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില കെട്ടുകഥകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില സാമർത്ഥ്യപൂർവ്വമുള്ള ഇന്നലെ ഇതുവരെ ഉണ്ടാവാത്തൊരു ശബ്ദം പെട്ടെന്ന് ഇന്നലെ വല്ലാതെ ഒരു ഉറച്ച ശബ്ദം എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു കള്ളലക്ഷണമാണ്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം. ഇങ്ങനെയൊക്കെ എനിക്ക് പറയാനറിയില്ല. നിങ്ങൾ WCCയോട് ചോദിക്കൂ, അവരാണ് ഏറ്റവും അധികം എനിക്കിങ്ങനെ സംസാരിക്കാനായിട്ട്.